മക്കളെ, നമ്മുടെ ഓണം എക്സാമിന് 5 മാർക്കിന് ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഗോൾസ് ഓഫ് 5 ഇയർ പ്ലാൻസ്. 4 ഗോൾസ് ആണുള്ളത്: ഗ്രോത്ത്, മോഡേണൈസേഷൻ, സെൽഫ് റിലയൻസ്, ഇക്വിറ്റി. നമുക്കിതൊന്ന് അനലൈസ് ചെയ്ത് നോക്കിയാലോ. ഗ്രോത്ത് എന്ന് പറയുന്നത് നമ്മുടെ കൺട്രിയുടെ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യണം, GDP ഇൻക്രീസ് ചെയ്യണം എന്ന് പറയുന്നതാണ്. ദെൻ നമ്മുടെ മോഡേണൈസേഷൻ എന്ന് പറയുന്നത് പുതിയ ടെക്നോളജീസ് അഡോപ്റ്റ് ചെയ്യാൻ പറ്റണം, അതുപോലെ തന്നെ സോഷ്യൽ ഔട്ട്ലുക്ക് മാറണം. അതായത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും സൊസൈറ്റിയിൽ ഒരുപോലെ റെക്കഗ്നിഷൻ കിട്ടണം എന്നും കൂടി മോഡേണൈസേഷൻ പറയുന്നുണ്ട്. ദെൻ അടുത്തതാണ് സെൽഫ് റിലയൻസ്. അതായത് നമ്മുടെ ഇന്ത്യ സെൽഫ് റിലയന്റ് ആയിരിക്കണം, എസ്പെഷ്യലി ഫുഡിന്റെ കാര്യത്തിൽ മറ്റൊരു രാജ്യത്തിനെ ആശ്രയിക്കേണ്ടി വരരുത്. ഇമ്പോർട്ട് മാക്സിമം കുറച്ചിട്ട് എല്ലാ കാര്യങ്ങളും ഇന്ത്യയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണമെന്നാണ് സെൽഫ് റിലയൻസ് പറയുന്നത്. ദെൻ ഇക്വിറ്റി പറയുന്നു നമ്മുടെ എക്കണോമിയിലെ വെൽത്ത് എല്ലാവർക്കും ഒരുപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടണം, എല്ലാ ഇന്ത്യക്കാർക്കും ബേസിക് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റണം, എക്കണോമിക് പ്രോസ്പെരിറ്റി അതിന്റെയൊക്കെ ബെനിഫിറ്റ്സ് എക്കണോമിയിലെ ഏറ്റവും പുവർ സെക്ഷൻസിന് വരെ എൻജോയ് ചെയ്യാനായിട്ട് പറ്റണം. ഇതാണ് നമ്മുടെ ഗോൾസ് ഓഫ് 5 ഇയർ പ്ലാൻസ്. അപ്പൊ എല്ലാവരും ഇതൊന്ന് പഠിച്ചു വെച്ചേക്കുക. എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. ബൈ.